ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിലെ രണ്ട് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളാണ് NSEയുടെ നിഫ്റ്റി 50 ഇൻഡെക്സും അതുപോലെ BSEയിലെ സെൻസെക്സ് 30 ഇൻഡെക്സും. ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടുതലായിട്ട് ട്രേഡിംഗ് വോളിയം ഉള്ളതിനാൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് NSEയിലാണ്. അതുകൊണ്ടായിരിക്കും നിഫ്റ്റി 50 നമ്മൾ കൂടുതലായിട്ട് ട്രാക്ക് ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും പഴക്കം ചെന്നതും ആധികാരികവുമായ ഒരു ഇൻഡെക്സാണ് സെൻസെക്സ്. പ്രത്യേകിച്ച് ഗ്ലോബലി ഏറ്റവും അധികം ആളുകൾ ട്രാക്ക് ചെയ്യുന്നത് സെൻസെക്സ് 30 ആണ്. അതുകൊണ്ട് തന്നെ BSEയുടെ അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഈ സെൻസെക്സ് ഇൻഡെക്സിന് വലിയ പ്രാധാന്യമുണ്ട്. 1986 രൂപം കൊണ്ട ഈ ഇൻഡെക്സ് വിവിധ സെക്ടറുകളിൽ നിന്ന് 30 ലീഡിംഗ് സ്റ്റോക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആവറേജ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ് വെയിറ്റേജിൻ്റെ ആ ഒരു മാനദണ്ഡത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ 6 മാസം കൂടുമ്പോഴും ഈ സ്റ്റോക്കുകൾ പരിശോധിച്ച് നിഫ്റ്റി 50 ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും റീബാലൻസിങ് നടക്കാറുണ്ട്. അപ്പോൾ ഈ ഡിസംബർ മാസത്തിലും അതുപോലെ ജൂൺ മാസത്തിലുമാണ് ഈ ഒരു റീബാലൻസിങ് നടക്കുക. ഇപ്പോൾ ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന റീബാലൻസിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്ന് BSE പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ജൂൺ 24-ാം തീയതിയാണ് ഈ മാറ്റങ്ങൾ BSEയുടെ സൂചികകളിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. HDFC മുതൽ വിപ്രോ വരെയുള്ള 30 സ്റ്റോക്കുകളാണ് സെൻസെക്സിലുള്ളത്. BSEയുടെ ഈ ഒരു പ്രധാന ഇൻഡെക്സിൽ നിന്നും വിപ്രോയെ മാറ്റി അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിനെ അവിടെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അദാനി പോർട്ട് കഴിഞ്ഞ 6 മാസം നമുക്കറിയാം, ഇവിടെ റീബാലൻസിങ് നടക്കുന്നത് 6 മാസത്തിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പെർഫോമൻസ് നോക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ട്രേഡിംഗ് വോളിയം ഒക്കെ അനുസരിച്ചിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്ക് എത്രമാത്രം റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസും അതിൻ്റെ നോൺ പെർഫോമൻസ് ഒക്കെ അളക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദാനി പോർട്ട് 70% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ 6 മാസം നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതേസമയം വിപ്രോ, ഈ സെൻസെക്സിൽ നിന്ന് പുറത്തു പോകുന്ന വിപ്രോ വെറും 16% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ BSE സെൻസെക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അദാനി സ്റ്റോക്ക് സെൻസെക്സിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, അദാനി സ്റ്റോക്കുകളിൽ ഏറ്റവും ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രിയങ്കരമായ സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി പോർട്ടാണ്. വളരെയധികം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അദാനി പോർട്ട്. അപ്പോൾ അദാനി പോർട്ടിൻ്റെ ഇൻക്ലൂഷൻ, അത് അദാനി പോർട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കുന്ന വലിയ ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ പാസീവ് മ്യൂച്വൽ ഫണ്ടുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സെൻസെക്സ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഓൾറെഡി വിപ്രോ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡെക്സ് റീബാലൻസ് ചെയ്യുമ്പോൾ ഈ വിപ്രോയെ മാറ്റണം. അവിടെ അദാനി പോർട്ടിനെ ഇവർ ബൈ ചെയ്യേണ്ടി വരും, ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ. അങ്ങനെ ധാരാളമായിട്ടുള്ള ബൈങ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അദാനി പോർട്ട് സ്റ്റോക്കിന് നല്ല ഡിമാൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം $250 മില്യൺ ഒരു ഇൻഫ്ലോ അദാനി പോർട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് IIFL ആൾട്ടർനേറ്റീവ് റിസർച്ചിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രമാത്രം ഫണ്ട് അദാനി പോർട്ടിലേക്ക് ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും അദാനി പോർട്ടിൻ്റെ ഷെയർ പ്രൈസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ വിപ്രോയിൽ നിന്ന് ഏകദേശം $161 മില്യൺ ഒരു ഔട്ട്ഫ്ലോ, അതായത് അതിൽ നിന്ന് എക്സിറ്റ് ആവും പല മ്യൂച്വൽ ഫണ്ടുകളും. അതുവഴി ഷെയർ പ്രൈസിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു വിഷയമായിരിക്കും. ഇതേപോലെ BSE സെൻസെക്സ് കൂടാതെ വേറെയും പല ഇൻഡെക്സുകൾ BSEക്ക് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നിഫ്റ്റിക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ്, നിഫ്റ്റി ടോട്ടൽ 500 ഇൻഡെക്സ്, അങ്ങനെ പല ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ BSEക്കും ഇതേപോലെ തന്നെ പല വിധത്തിലുള്ള ഇൻഡെക്സും ഉണ്ട്. അതിലൊന്നാണ് BSE 100 ഇൻഡെക്സ്, അതായത് ടോപ്പ് 100 കമ്പനികളുടെ ഇൻഡെക്സ് ആണിത്. ഈ ഒരു BSE 100 ഇൻഡെക്സിൽ നിന്ന് 5 സ്റ്റോക്കുകളെ ഒഴിവാക്കി പുതിയ 5 സ്റ്റോക്കുകളെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു 100 ഇൻഡെക്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് പേജ് ഇൻഡസ്ട്രീസ് ആണ്. അത് കഴിഞ്ഞ 6 മാസം -5.45% ഒരു റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. അതേപോലെ SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ് -3.28% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. അതുപോലെ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും ഈ ഒരു ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോവുകയാണ്. അത് വെറും 5% ഒരു പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ആണെങ്കിലും 5% നേരിയ റിട്ടേൺ ആണ് നൽകിയത്. അതുപോലെ ജൂബിലന്റ് ഫുഡ് വർക്ക്സ് ആണെങ്കിൽ -14.38% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതുപോലെ സി എന്റർടൈൻമെന്റ്
വലിയ തോതിലുള്ള നഷ്ടമാണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. -40.83% റിട്ടേൺ ആണത്. അപ്പോൾ ഈ ഒരു 5 സ്റ്റോക്കുകളാണ് ഇപ്പോൾ BSE 100 ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ അവിടത്തേക്ക് തിരിച്ചു വരാൻ പോകുന്ന സ്റ്റോക്കുകൾ, അതായത് ഈ 5 സ്റ്റോക്കുകൾക്ക് പകരമായിട്ട് വരാൻ പോകുന്ന പുതിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വരുന്നത് REC ലിമിറ്റഡ് ആണ്. REC എന്ന് പറയുന്ന സ്റ്റോക്ക് 63.46% റിട്ടേൺ കഴിഞ്ഞ 6 മാസം നൽകിയ സ്റ്റോക്കാണ് REC ലിമിറ്റഡ് എന്ന ഈ ഒരു PSU കമ്പനി. മറ്റൊന്ന് HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, HDFC AMC ആണ്. ഇത് 31.56% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കും പുതുതായിട്ട് BSE 100 ഇൻഡെക്സിലേക്ക് വരികയാണ്. മറ്റൊന്ന് കാനറ ബാങ്ക് ആണ്. നല്ല തോതിൽ കഴിഞ്ഞ 6 മാസം പെർഫോം ചെയ്ത സ്റ്റോക്കാണ് കാനറ ബാങ്ക്. 48% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതുപോലെ കമ്മിൻസ് ഇന്ത്യ വമ്പിച്ചോറ് റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം നൽകിയ സ്റ്റോക്കാണ്. 98% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസം നൽകിയിട്ടുള്ളത്. അതുപോലെ അടുത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അത് 60.66% റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കും BSE 100 ഇൻഡെക്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ 5 സ്റ്റോക്കുകൾ പോകുമ്പോൾ പുതിയ 5 സ്റ്റോക്കുകൾ ഇവിടെ വരികയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സെൻസെക്സിന്റെ ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ് 50 ഇൻഡെക്സ്. അതായത് പ്രധാനപ്പെട്ട സെൻസെക്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് 30 ആണ്. അപ്പോൾ ഇവിടെ അത് കൂടാതെ സെൻസെക്സ് 50 എന്ന് പറയുന്ന 50 കമ്പനികളുടെ ഒരു BSEയിലെ ഒരു ഇൻഡെക്സ് ഉണ്ട്. അതാണ് BSE സെൻസെക്സ് 50. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റോക്കിനെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അത് ഡിവിസ് ലബോറട്ടറീസ് ആണ്. കഴിഞ്ഞ 6 മാസം വെറും 9% റിട്ടേൺ നൽകിയതിനാൽ ഇത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്, പുതുതായിട്ട് വരാൻ പോകുന്നത് ട്രെൻഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഈ ഒരു സ്റ്റോക്ക് 76.85% ഒരു റിട്ടേൺ കഴിഞ്ഞ 6 മാസം നൽകിയ ഒരു സ്ട്രോങ് ആയിട്ട് വളരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ചേഞ്ച് സെൻസെക്സ് 50യിൽ കാണുന്നത്. ഇനി നമുക്കറിയാം നിഫ്റ്റി ബാങ്ക് അഥവാ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് NSEയിലുള്ളത്. ഇതേപോലെ തന്നെ BSEക്കും ബാങ്കുകളുടെ ഒരു ഇൻഡെക്സ് ഉണ്ട്. അതിനെ ബാങ്ക് എക്സ് എന്നാണ് പറയുന്നത്. ആ ഒരു ഇൻഡെക്സിൽ 10 ബാങ്കിങ് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ആ ഒരു ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഇൻഡെക്സിൽ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അതായത് ഇവിടെ അവർ റിമൂവ് ചെയ്യാൻ പോകുന്ന 2 സ്റ്റോക്കുകളിൽ ഒന്ന് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. ഇത് -16% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ 6 മാസം നൽകിയത്. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അണ്ടർ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇതേപോലെ തന്നെ കഴിഞ്ഞ 6 മാസം -8.86% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള IDFC ഫസ്റ്റ് ബാങ്കും ഈ ഒരു ബാങ്ക് എക്സിൻ്റെ ഇൻഡെക്സിൽ നിന്ന് BSEയുടെ ബാങ്ക് ഇൻഡെക്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അതിന് പകരമായിട്ട് അവിടെ വരാൻ പോകുന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കിൻ്റെ 16.71% ആണ് കഴിഞ്ഞ 6 മാസം നൽകിയ റിട്ടേൺ. അപ്പോൾ അത് ഈ ഇൻഡെക്സിലേക്ക് കടന്നു വരികയാണ്. മറ്റൊന്ന് കാനറ ബാങ്ക് ആണ്. തീർച്ചയായും എല്ലാവരും പ്രതീക്ഷ തന്നെയാണ് കാനറ ബാങ്കിൻ്റെ തിരിച്ചുവരവ്. കാരണം അത് 48% ഒരു റിട്ടേൺ കഴിഞ്ഞ 6 മാസം ഇൻവെസ്റ്റേഴ്സ് നൽകിയ വളരെ നല്ല പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് കാനറ ബാങ്ക്. അപ്പോൾ ഈ ഇങ്ങനെ ഇൻഡെക്സിലുള്ള പ്രധാന മാറ്റങ്ങളാണ് ഇവിടെ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇത് ജൂൺ 24-നാണ് ഈ മാറ്റങ്ങൾ ഇൻഡെക്സിൽ പ്രകടമാവുക. അപ്പോൾ അത് മുൻകൂട്ടി BSE ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഡെക്സുകളിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ അത് സഹായിക്കാറുണ്ട്. കാരണം 6 മാസത്തെ ഒരു ഫ്രീക്വൻസിയാണ് റീബാലൻസിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. ആ ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇൻഡെക്സിലുള്ള ഇത്തരം റീബാലൻസിങ് നമ്മൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർ അത് ട്രാക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.